നമസ്തേ. എം ഉത്തമൻ കെ എം കോടിയേരി. ഭഗവത്ഗീത. ഭഗവത്ഗീത ഈസ് നോട്ട് അറ്റ് ഓൾ എ religious thing. It studies the universe, whatever we must do. So, it is told by the creator of the universe, Lord Krishna. This must be reached to everyone's hands to know and to understand the original natural power. Where is the natural power? Experts, scientists, or thinking as scientists say several things. Some people say the lives of creatures was started in the Pacific Ocean by the side of ants. Nowadays, early some days before, somebody has told about 250 crores of years ago, the back amoeba to become man was installed or seen in some creatures. അപ്പോൾ ഭഗവത്ഗീത എന്താണ്? ഈ ലോകത്തെപ്പറ്റി മനസ്സിലാക്കണം. ഈ ലോകം, ഈ ജീവജാലങ്ങളൊക്കെ ഉണ്ടായത് ഫ്രാൻസിൻ്റെ അരികിലുള്ള ശാന്തസമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്നാണെന്ന് ഏതോ ശാസ്ത്രജ്ഞൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും അവിടെ ആ സംഗതി ഉണ്ടാകും. ആരെങ്കിലും മരിച്ചു പോയ ആളെ പെട്ടെന്ന് തന്നെ അവിടെ കൊണ്ടുപോയിട്ടാൽ അതിൽ നിന്ന് ജീവിച്ചു വരില്ല. അവിടെയാണ് ജീവൻ ഉണ്ടായതെങ്കിൽ അവിടുന്ന് ബോഡി എത്തിക്കഴിഞ്ഞാൽ വേഗം ജീവൻ അതിലേക്ക് കയറ്റി വിടുകയല്ലേ വേണ്ടു. അപ്പോൾ നമുക്കിപ്പം കാണാം പ്രകൃതിക്ഷോഭങ്ങൾ. പ്രത്യേകിച്ച് വയനാട്ടിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ മരിച്ചതൊക്കെ ആരാണ്? അല്ലെങ്കിൽ കാലാകാലങ്ങളായി വെള്ളപ്പൊക്കത്തിലൊക്കെ മരിക്കുന്നത് ആരാണ്? ഹൂ ഡൈസ് ഇൻ ദി natural calamities? All are 99% of the dead bodies are men. Almost all are men. Men are dying in the natural calamities. Why is it? Because one reason must be the men are using a lot of natural powers, misusing, and the using of it will be always to spoil the natural powers, always to be spoiled the world. ദിസ് വേൾഡ്, ലോകത്തിനെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ എത്തിച്ചേരുന്നത്
ലോകത്തിനെ മുഴുവൻ നശിപ്പിക്കാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് അതാണ്, ഏറ്റവും പ്രധാനം അതാണ്. അത് തിരിച്ചടിയായി വരും, തിരിച്ചടിയായി വരും. ഈ പ്രകൃതിയിലെ സസ്യങ്ങൾ മുഴുവൻ വയനാട്ടിലെ മരങ്ങൾ മുഴുവനും, മലകളിലെ മരങ്ങൾ മുഴുവനും മുറിച്ച് വിറ്റ് കാശാക്കി അവിടെ വേറെ പലതും നട്ടു വളർത്തിയൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത ഈ മരങ്ങളുടെ വേര് വേണം അതിലുള്ള കരിങ്കല്ലിനെയും മണ്ണിനോട് ചേർന്ന് കരിങ്കല്ലിനെയൊക്കെ പിടിച്ചു നിർത്താൻ. അതാണ് ഈ മണ്ണിനടിയിൽ കുടിച്ചു കഴിഞ്ഞ വെള്ളം ഇതിനെ തള്ളുകയാണ്. അപ്പം ഇത് എന്താണ് പോകുന്നത്? കരിങ്കല്ലുകളാണ്. ഇത് മണ്ണുമായിട്ട് ഒരിക്കലും പിടുത്തമില്ല. അപ്പടും കരിങ്കല്ലെല്ലാം തള്ളിപ്പോവുകയാണ്. അതാണ് ഉരുൾപൊട്ടൽ. അങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. അതുമല്ലാതെ മലയെ മുഴുവൻ മനുഷ്യരാദ്യമായി നശിപ്പിച്ച് കഴിഞ്ഞതാണ്. അപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മനുഷ്യർ മാത്രമാണ് നശിക്കുന്നത്. ആനകൾ, മനുഷ്യർ രണ്ട് ഫാമിലി അവിടത്തേക്ക് ഓടി ചെന്നപ്പോൾ ആനകൾ കൂട്ടമായി നിൽക്കുന്നു. ആദ്യം ഇവർ ഭയന്നു, പക്ഷേ ആനകളൊന്നും ഇവരെ ദ്രോഹിക്കുകയും ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർ ഇവരുടെ സംരക്ഷകരായി മാറി. അതാണ് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങില്ല, എങ്ങനെയും ഓടിച്ച് വിടുന്ന ആനകൾ മനുഷ്യരുടെ സംരക്ഷകരായി. പക്ഷികൾ പോലും മനുഷ്യർക്ക് അപകട സൂചന നൽകി. ഒരു ജീവിയും പൂച്ചക്കും നായ്ക്കും പട്ടികൾക്കും ഒക്കെ അറിയാം, പശുക്കൾക്കൊക്കെ അറിയാം ഇത് ഇങ്ങനെ ഒരു പ്രകൃതിക്ഷോഭം വരുന്നു, ഭൂകമ്പം വരും, പ്രകൃതിക്ഷോഭം വരും എന്നൊക്കെ മനുഷ്യനൊഴിച്ച് മറ്റുള്ള എല്ലാ ജീവികൾക്കും അറിയാൻ പറ്റും. ഒരുവിധം എല്ലാ ജീവികൾക്കും അറിയാൻ പറ്റും. ഉറുമ്പുകൾ എന്തെങ്കിലും ക്ഷോഭമുണ്ടാകാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ മുട്ടകളെയൊക്കെ എടുത്ത് പരക്കം പായുന്നത് കാണാം ജാതിയായിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാ മനുഷ്യരൊഴിച്ച് മറ്റുള്ള എല്ലാ ജീവികൾക്കും ഈ പ്രകൃതിയെ അറിയാം, ഭഗവാനെ അറിയാം, ഈശ്വരനെ അറിയാം, ഇതെങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്താണ് എന്നൊക്കെ അറിയാം. അതാണ് മനുഷ്യൻ കണ്ട് പഠിക്കേണ്ടതാണത്. അഹങ്കാരം കൊണ്ട് എന്ത് ഈശ്വരൻ ഇത് തന്നാലെ പൊട്ടിമുളച്ചുണ്ടായതാ. ഈ ലോകത്തിലെ മുഴുവൻ സംഗതികളും ഒരു മഹാവിസ്ഫോടനങ്ങളെ കൊണ്ടുണ്ടായതാണ് പോലും. ഭയങ്കരല്ലേ? എന്തെന്നാ വിസ്ഫോടനം, എന്തെന്നാ പൊട്ടിത്തെറിക്കാൻ എന്താ ഉണ്ടായത്? ആകാശത്തിൽ മുഴുവനും കുറേ കോൺക്രീറ്റ് ഉണ്ടായിരുന്നു, അല്ലെ വലിയ കരിങ്കൽ മലകളുണ്ടായിരുന്നു. എന്തെന്നാണ് പൊട്ടിത്തെറിച്ചത്? What is to be blasted? What is there? What was there to be blasted and to become the suns, stars, and all other such as this earth and so. What was there? So it is only egoism. The egoism of man must be chained. Egoism must be chained in his own mind. Then that is the coaching of Bhagavad Gita. Bhagavad Gita is coaching for this. Man must chain his egoism and the hopes to capture anything for his enjoyment. So we must all must be utilized by us. All must be the factors to
through us. So I am stopping here. All may share and enter like. New subscribers must subscribe. Okay, and you must. I will go to another branches. The channel is of Uttaman Kayam. Uttaman Kayam has to say a lot of things. So Bhagavad Gita is only one of it, and the same something Bhagavad Gita will be opened another time. Bhagavad Gita will be Bhagavad Gita will be repeated for assure the matters of the entire the or the all the incidents and such as calamities and so on, all must be learned, understood in the basis of Bhagavad Gita. Okay, I am stopping here. Okay.